കോഴിക്കോട് നഗരത്തിൻ്റെ സ്പന്ദനമറിയുന്ന പ്രധാന രണ്ട് മണ്ഡലങ്ങളിൽ ഒന്നാണ് കോഴിക്കോട് നോർത്ത് നിയമസഭാ മണ്ഡലം. കാലിക്കറ്റ് 1 എന്നറിയപ്പെട്ടിരുന്ന മണ്ഡലം 2008 മണ്ഡല അതിർത്തി നിർണയത്തിലൂടെയാണ് കോഴിക്കോട് നോർത്ത് മണ്ഡലമായി മാറിയത്. ലോകഭൂപടത്തിൽ ഉദിച്ചു നിൽക്കുന്ന ചന്ദ്രക്കലയായ കോഴിക്കോട് നഗരത്തിന്റെ നാഡീസ്പന്ദനമറിയുന്ന മണ്ഡലമാണ് കോഴിക്കോട് നോർത്ത്. 2021 തെരഞ്ഞെടുപ്പിൽ CPIM സ്ഥാനാർത്ഥിയായിരുന്ന മുൻ കോഴിക്കോട് മേയർ തോട്ടത്തിൽ രവീന്ദ്രനാണ് നിലവിൽ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. അനുനിമിഷം വികസന പടവുകൾ കയറി വളർന്നുകൊണ്ടിരിക്കുന്ന കോഴിക്കോട് നഗരത്തിന്റെ ശോഭ കൂടുതൽ തെളിമയാർന്നതാക്കി മാറ്റുന്നതിൽ നോർത്ത് മണ്ഡലം മുന്നേറുകയാണ്. പൊതുഗതാഗത, പൊതുജന ആരോഗ്യ, പൊതുവിദ്യാഭ്യാസ, വാണിജ്യ മേഖലകളിൽ മാതൃകാപരമായ വികസന കുതിപ്പുകൾ നടത്തി മുന്നേറുന്ന കോഴിക്കോട് നോർത്ത് മണ്ഡലം സ്വപ്ന സാക്ഷാത്കാരങ്ങളുടെ മൈലുകൾ താണ്ടി ജൈത്രയാത്ര തുടരുകയാണ്. മണ്ഡലത്തിലെ പൊതുഗതാഗത വികസനങ്ങൾക്കായി 303 കോടി രൂപയുടെ പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. കോഴിക്കോട് നഗരത്തിൽ കിഫ്ബി മുഖേന നടപ്പാക്കിയ ഒട്ടേറെ പദ്ധതികളാണ്. പ്രധാനമായിട്ട് സ്കൂളുകളുടെ പുതിയ കെട്ടിടങ്ങളുടെ നവീകരണവും, ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആലോചിക്കാൻ പറ്റാത്ത മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മാത്രം 5 കോടി രൂപ ചെലവഴിച്ചിട്ടില്ല. ഈസ്റ്റിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2.45 കോടിയാണ്. നടക്കാവിന് 3 കോടി രൂപയാണ്. ജനപിന്തുണകൾ ഏറ്റുവാങ്ങി പുതിയങ്ങാടി മാളിക്കടവ് റോഡ് എന്ന സ്വപ്ന പദ്ധതി മണ്ഡലത്തിൽ ഒരുങ്ങുന്നത് 150 കോടി രൂപയുടെ കൃത്യമായ ചെലവുകൾ കണക്കാക്കിയാണ്. കാലങ്ങളായി പലവിധ ശ്രമങ്ങൾ പുരോഗമിച്ചിരുന്ന കക്കോട് ബാലുശ്ശേരി റോഡ് വികസനത്തിനായി 153 കോടി രൂപയുടെ പദ്ധതികൾ ആവിഷ്കരിച്ച് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. നമ്മൾ ബീച്ച് ജനറൽ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, അതിന് പുതിയ സർജിക്കൽ ഒരു ബ്ലോക്ക് ഉണ്ടാക്കണം. പുതിയ 93 കോടി രൂപയാണ് വകയെത്തിയിട്ടുള്ളത്. അതുപോലെ കാരന്തൂർ മെഡിക്കൽ കോളേജ് റോഡിനുണ്ട്. പുതിയങ്ങാടി മാളിക്കടവ് റോഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഹൈവേകളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോഡ് 180 കോടി രൂപ വകയെത്തുന്നു. അതുപോലെ കക്കോടി ബാലുശ്ശേരി റോഡിൽ 267 കോടി രൂപ. കാരണം അപ്പോൾ അതിൽ എന്ന് പറഞ്ഞാൽ കാരപ്പറമ്പ് ഏറ്റവും പ്രശ്നമുള്ള സ്ഥലമാണത്. കാരണം അത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള, ഞാൻ എല്ലാ DDC മീറ്റിങ്ങുകളും തർക്കം പിടിക്കുന്ന ഒരു വിഷയമാണ്. കാരണം ഇതിൽ ഫസ്റ്റ് അക്വിസിഷൻ നടത്തേണ്ടത് നമ്മൾ കക്കോടി പാലം വരെയാണ് എനിക്കുള്ളത്. ആ റീച്ചാണ് ഇതിലത്തെ ഏറ്റവും പ്രധാനം. മറ്റേ ബാക്കിയൊക്കെ ഇപ്പോൾ അവിടെ നിന്ന് വരുന്നവരല്ലേ, ഇങ്ങോട്ട് വരല്ലേ നഗരത്തിലേക്ക്. അപ്പോൾ ആ കാര്യത്തിൽ നമ്മളിപ്പം കച്ചേരി വില്ലേജും വേങ്ങേരി വില്ലേജും ഉണ്ട്. അപ്പം വാല്യുവേഷനൊക്കെ അതിൻ്റെ പൂർത്തിയായിട്ട് ഇപ്പോൾ അതിൻ്റെ പൈസ വിതരണം ചെയ്യാൻ വേണ്ടി. അതിതീവ്ര രോഗികൾ ഉൾപ്പെടെ പൊതുജനങ്ങൾ വളരെ വ്യാപകമായി ഉപയോഗിച്ചു വരുന്ന മെഡിക്കൽ കോളേജ് കാരന്തൂർ റോഡ് നവീകരണത്തിനായി 110 കോടി രൂപയുടെ നൂതന പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ലോകശ്രദ്ധ നേടുന്ന തരത്തിൽ ഉയർന്നുവന്ന അതിനൂതന സാങ്കേതിക വിദ്യകൾ സമന്വയിപ്പിച്ച് തയ്യാറാക്കിയ അവയവമാറ്റ ശസ്ത്രക്രിയ ആശുപത്രി കോഴിക്കോടിനൊപ്പം കേരളത്തെയും വികസന പെരുമയിലേക്ക് നയിക്കുകയാണ്. 600 കോടി രൂപ ചെലവ് കണക്കാക്കിയ ആശുപത്രി നിർമ്മാണ പദ്ധതിയുടെ ഓരോ ഘട്ടവും മണ്ഡലത്തിനകത്തും പുറത്തുമുള്ള ജനങ്ങളുടെ മനം കവരുന്ന വികസന നേട്ടമായി കണക്കാക്കേണ്ടിയിരിക്കുന്നു. സാധാരണക്കാരുടെ ആശ്രയമായി നിലകൊള്ളുന്ന കോഴിക്കോട് ഗവൺമെന്റ് ബീച്ച് ജനറൽ ആശുപത്രി വികസനത്തിനായി 93 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചതിലൂടെ ജില്ലയിലെ തന്നെ ആരോഗ്യമേഖലയ്ക്ക് വൻ കുതിപ്പാണ് സാധ്യമാക്കിയിരിക്കുന്നത്. അതേമാതിരി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമുക്ക് ഓർഗൻ ട്രാൻസ്പ്ലാന്റ്. ചിന്തിക്കാൻ പറ്റുക,
600 കോടി രൂപ. ആലോചിക്കാൻ പറ്റാതെ ഫസ്റ്റ് ഫേസിൽ തന്നെ 299 കോടി രൂപയ്ക്ക് ബിൽഡിങ്ങും 99 കോടി രൂപ സാധനങ്ങൾ വാങ്ങാനാണ്. ഇതിനും പുറമെ അവിടെയുള്ള ഡെർമറ്റോളജി ഹോസ്പിറ്റലുണ്ട്. ഇപ്പോഴുള്ള വളരെ ശോചനീയമായ അവസ്ഥയിലാണ്. ബ്രിട്ടീഷുകാരുണ്ടാക്കിയിട്ട ഇതാണ് അതൊക്കെ, ആ ബിൽഡിങ്ങൊക്കെ. അതിൻ്റെ അകത്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം 600-700 ആളൊക്കെ അവിടെ ഒപ്പിയിൽ വരുന്നുണ്ട്. അത്രയും പ്രധാനപ്പെട്ടതായിട്ട് മാറിയിട്ടുള്ളത്. അതിന് 32 കോടി രൂപ ചിലവാക്കിയിട്ട് ഇപ്പോൾ അതിന് പുതിയ ബിൽഡിംഗ് എടുക്കാൻ വേണ്ടി ഇപ്പോൾ ആദ്യം അത് എടുത്തിട്ടേ ബാക്കിയുള്ള ചെയ്യുന്നു. കാരണം ബാക്കി ബിൽഡിങ്സോ പൊളിക്കണമല്ലോ. അപ്പോൾ അതിന് വേണമെങ്കിൽ ഇത് ആദ്യം ആവണം. അപ്പോൾ അതിന് അടക്കം കിട്ടിക്കഴിഞ്ഞു. യൂറോപ്യൻ മാതൃകയിൽ ജലഗതാഗതവും ചരക്ക് നീക്കവും വിനോദസഞ്ചാരവും ഒരുപോലെ സാധ്യമാകുന്ന കനോലി കനാൽ, കനാൽ സിറ്റി പദ്ധതിയാണ് മണ്ഡലത്തിലെ ഏറ്റവും പ്രധാന വികസന നീക്കങ്ങളിൽ ഒന്ന്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ കോഴിക്കോട് നഗരം ലോക ഭൂപടത്തിൽ ഇടം പിടിക്കും. 1100 കോടി രൂപ ചെലവ് കണക്കാക്കുന്ന പദ്ധതിക്കായി നിലവിൽ 1-ാം ഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് കിഫ്ബി 72 കോടി രൂപയുടെ സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് നഗരത്തിന്റെ മുഖച്ഛായ മാറ്റിയെഴുതുന്ന കനാൽ സിറ്റി പദ്ധതി യാഥാർത്ഥ്യമാകാൻ പോകുന്നത് വർഷങ്ങളുടെ കാത്തിരിപ്പുകൾക്കൊടുവിലാണ്. അതുപോലെ നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയില്ലേ ഒന്ന് കനാൽ സിറ്റി. നമുക്ക് ചിന്തിക്കാൻ പറ്റും 1118 കോടി രൂപ ചിന്തിക്കാൻ പറ്റും. അങ്ങനെ പ്രൊജക്റ്റാണ് ഇവിടെ ഏത് ഇതിന് വകയിരുത്താൻ വേണ്ടി കഴിയും കിഫ്ബി അല്ലെങ്കിൽ ഒരു ഇതിൽ ഒരിക്കലും സാധ്യമല്ല. അപ്പം അതിൻ്റെ ഫസ്റ്റ് റീച്ച് എന്നുള്ള നിലയ്ക്ക് നമ്മൾ അരയടുത്ത് പാലം ടു എരഞ്ഞിപ്പാലം ആ റീച്ചിൽ ഫസ്റ്റ് തുടങ്ങാൻ പോവുക. അപ്പം ഇന്നത്തെ അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ക്വിൽ എന്ന് പറഞ്ഞാൽ അവരാണ് അതിൻ്റെ DPR തയ്യാറാക്കുന്നത്. അവരാണ് ഇതിൻ്റെ പ്രവൃത്തി നടത്താൻ വേണ്ടി പോകുന്നത്. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥി സൗഹൃദ ആശയങ്ങൾ വികസിപ്പിച്ചതിന്റെ ഫലമായി ഒട്ടനവധി വികസന പദ്ധതികളാണ് സാധ്യമാകുന്നത്. മികച്ച വിദ്യാഭ്യാസം ഉറപ്പിക്കുന്നതിനൊപ്പം വിദ്യാർത്ഥി സമൂഹത്തിനെ കൈപിടിച്ചുയർത്തുക എന്നതാണ് പദ്ധതികൾ ആകെ ലക്ഷ്യം വയ്ക്കുന്നത്. 2.45 കോടി രൂപയുടെ സാമ്പത്തിക ചെലവിൽ നവീകരണ വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കിയ ഈസ്റ്റ് ഹിൽ ഹയർ സെക്കൻഡറി സ്കൂൾ, ഉയർച്ചയുടെ പടവുകൾ കയറുന്ന മെഡിക്കൽ കോളേജ് ക്യാമ്പസ്, ഹയർ സെക്കൻഡറി സ്കൂൾ വികസനത്തിനായി 5 കോടി രൂപ, നടക്കാവ് ഹയർ സെക്കൻഡറി സ്കൂൾ വികസനത്തിനായി 3 കോടി രൂപ, കാരപ്പറമ്പ് LP സ്കൂൾ നവീകരണ പ്രവർത്തനങ്ങൾക്കായി 1.30 കോടി രൂപ എന്നിങ്ങനെ മണ്ഡലത്തിലെ പൊതുവിദ്യാഭ്യാസ കേന്ദ്രങ്ങളുടെ വികസന തിളക്കത്തിനായി സമഗ്ര പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇപ്പം നമ്മൾ അതേമാതിരി തന്നെ ഇപ്പം നമ്മൾ വേറെ ഒന്നാണ് പൂളക്കടവിലുള്ള പാലം. ശരിക്കും അത് അതിൻ്റെ ഗുണഭോക്താക്കൾ ശരിക്കും അപ്പുറത്തുള്ളവരാണ്, എലത്തൂർ മണ്ഡലത്തിലുള്ളവരാണ്. പക്ഷെ എന്നാലും നമ്മളെവിടെയാണല്ലോ കണക്ട് ചെയ്യുന്നത്. പിന്നെ എല്ലാ സ്ഥലത്തേക്കും കേരളത്തിൽ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചു 1 ലക്ഷം കോടി രൂപയിലധികം കിഫ്ബി മുഖേന നൽകി ഈ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് കിഫ്ബിയല്ലേ. കിഫ്ബി ഇല്ലെങ്കിൽ എങ്ങനെ കൊടുക്കുമായിരുന്നു? എവിടെ നിന്ന് നമുക്ക് വകയിരുത്താൻ വേണ്ടി കഴിയും? അതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഇന്നത്തെ നിരവധി പാലങ്ങളും റോഡുകളും ഒക്കെ നിർമ്മിക്കുന്നതിൽ അവർ കാണിച്ചിട്ടുള്ള ഒരു ചെറിയ കാര്യമാണ്. ലോകമുള്ളിടത്തോളം കോഴിക്കോട് എന്ന നാമവും ഉയർന്നു കേൾക്കും. ഒപ്പം പുതിയ കോഴിക്കോടൻ മാതൃകകൾ സാധ്യമാക്കിയ നോർത്ത് മണ്ഡലത്തെ പൊതുജനം നെഞ്ചിലേറ്റും. കാത്തിരിപ്പുകൾക്കൊടുവിൽ സാധ്യമാകുന്ന വികസന നേട്ടങ്ങൾ പകരുന്ന ഉന്മേഷത്തിൽ കോഴിക്കോട് നോർത്ത് നിയോജക മണ്ഡലം ജൈത്രയാത്ര തുടരുകയാണ്. ലോകമുള്ളിടത്തോളം കോഴിക്കോട് എന്ന നാമവും ഉയർന്നു കേൾക്കും. ഒപ്പം പുതിയ കോഴിക്കോടൻ മാതൃകകൾ സാധ്യമാക്കിയ നോർത്ത് മണ്ഡലത്തെ പൊതുജനം നെഞ്ചിലേറ്റും. കാത്തിരിപ്പുകൾക്കൊടുവിൽ സാധ്യമാകുന്ന വികസന നേട്ടങ്ങൾ പകരുന്ന ഉന്മേഷത്തിൽ കോഴിക്കോട് നോർത്ത് നിയോജക മണ്ഡല ജൈത്രയാത്ര തുടരുകയാണ്.
കോഴിക്കോട് നഗരത്തിൻ്റെ ചരിത്രവും പാരമ്പര്യവും ഊഷ്മളമായി ചേർത്തു പിടിക്കുന്ന കോഴിക്കോട് സൗത്ത് നിയമസഭാ മണ്ഡലം. 2008 അതിർത്തി നിർണയത്തിന് മുൻപ് വരെ കോഴിക്കോട് 2 എന്നറിയപ്പെട്ടിരുന്ന മണ്ഡലത്തിലെ വികസന കാഹളം മുഴക്കി മുന്നേറുന്ന പദ്ധതികളിലേക്ക് ഈ താൾ. ചരിത്രപ്രസിദ്ധമായ തളി ശിവക്ഷേത്രവും കുറ്റിച്ചിറ മിഷ്കാൽ പള്ളിയും സ്ഥിതി ചെയ്യുന്ന കോഴിക്കോട് നഗരത്തിന്റെ നേർചിത്രമായി കണക്കാക്കുന്ന സൗത്ത് നിയോജക മണ്ഡലം സാമൂതിരിയുടെ അംശം കുടികൊള്ളുന്ന മലബാർ വിശേഷങ്ങൾ പകരുന്ന സൗത്ത് മണ്ഡലം പ്രശംസകൾക്കതീതമായ വികസന മുന്നേറ്റങ്ങൾ സാധ്യമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഉരുക്കുകോട്ടയായി നിലകൊള്ളുന്ന മണ്ഡലത്തിൽ 2021 തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ ലീഗ് സ്ഥാനാർത്ഥി അഹമ്മദ് ദേവർകോവിൽ വിജയിക്കുകയായിരുന്നു. പിന്നീട് കേരള തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രിയായി 2.5 വർഷക്കാലം സേവനമനുഷ്ഠിച്ചിരുന്നു. നമുക്കൊരു കേരളത്തിൻ്റെ പഴയ കാലമെടുത്ത് പരിശോധിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ഡെവലപ്മെൻറ്റുകളും കിഫ്ബി യാഥാർത്ഥ്യമായ ശേഷമുള്ള ഡെവലപ്മെൻറ്റുകളും വെച്ച് പരിശോധിക്കുമ്പോൾ കിഫ്ബി ഇല്ലായിരുന്നുവെങ്കിൽ എന്ന് ആർക്കും തോന്നിപ്പോകുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. കേരളത്തിൽ നമുക്കറിയാം, നാഷണൽ ഹൈവേ, മലയോര ഹൈവേ, തീരദേശ ഹൈവേ, നിരവധി പാലങ്ങൾ, അതുപോലെ നിരവധി സ്കൂളുകൾ. അങ്ങനെ കിഫ്ബി കൈവെക്കാത്ത ഒരു രംഗവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. സാധാരണ നമുക്ക് പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് മാത്രം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യമായത്ര ഫണ്ട് ലഭ്യമല്ലാത്തൊരു പ്രത്യേക ഘട്ടത്തിലാണ് ഗവൺമെൻറ് കിഫ്ബി എന്ന പദ്ധതി ആരംഭിച്ചത് നമുക്കറിയാം. ആ കിഫ്ബി എല്ലാ നിയോജക മണ്ഡലങ്ങളിലും വലിയ മാറ്റങ്ങൾക്ക് നിദാനമായി മാറിയിട്ടുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാർ അതിനെതിരായ നിലപാട് സ്വീകരിച്ചിരുന്നു എന്നതും ഒരു വസ്തുതയാണ്. ഈ കിഫ്ബി ഫണ്ടിനെ കേരളത്തിൻ്റെ കടത്തിൽ ഉൾപ്പെടുത്തി കേരളത്തെ ദ്രോഹിക്കുന്ന നിലപാട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു എന്നതും ഒരു യാഥാർത്ഥ്യം. വികസന പെരുമ്പറ മുഴങ്ങുന്ന സൗത്ത് മണ്ഡലത്തിലെ ഏറ്റവും തിളക്കമാർന്ന വികസന പദ്ധതിയാണ് പുതിയ പാലത്തെ വലിയ പാലം. പുതിയ പാലമെന്ന പേര് വർഷങ്ങളായി നിലനിന്ന് പോരുന്നുണ്ടെങ്കിലും ഇരുചക്ര വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും മാത്രം ഉപയോഗിക്കാൻ സൗകര്യമുള്ളതായിരുന്നു. നിലവിലുണ്ടായിരുന്ന ഇടുങ്ങിയ പാലം നഗരമധ്യത്തിൽ നിന്ന് ഏറ്റവും എളുപ്പം കോഴിക്കോട്, തൃശൂർ, പാലക്കാട്, എറണാകുളം ബൈപ്പാസിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്ന പ്രദേശത്തെ പാലം പുതുക്കിപ്പണിയുക എന്ന ആവശ്യം വർഷങ്ങളായി ഉയർന്നിരുന്നെങ്കിലും കാലഹരണപ്പെട്ട് ജീർണിച്ച് നിലം പൊത്താറായിരുന്ന പഴയ പാലത്തിന്റെ അപകടാവസ്ഥ മറികടക്കുന്നതിനു വേണ്ടി തയ്യാറാക്കിയ പദ്ധതി പൊതുജനങ്ങൾക്കായി സമർപ്പിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. മാങ്കാവും പുതിയ പാലവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുതിയ പാലത്തെ വലിയ പാലം ദീർഘകാലമായി ആ പ്രദേശത്തുകാരുടെ സ്വപ്നമായിരുന്നു. 50 വർഷത്തോളം കാലമായി പൊടിപിടിച്ച് കിടക്കുന്നൊരു ഫയലായിരുന്നു അത്. അത് പല MLA-മാരും ചില ശ്രമങ്ങളൊക്കെ മുമ്പ് നടത്തി നോക്കിയെങ്കിലും അതൊന്നും വിജയത്തിലെത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഞാൻ വോട്ട് ചോദിച്ച് പുതിയ പാലം പ്രദേശം ജനങ്ങൾക്കിടയിലേക്ക് വന്നപ്പോൾ അവരാദ്യമായി എൻ്റെ മുമ്പിൽ വെച്ച ഡിമാൻഡ്, ഈ പുതിയ പാലം ഒന്ന് യാഥാർത്ഥ്യമാക്കി തരുമോ? മുമ്പ് പലരും ഇവിടെ വരികയും ഓഫറുകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് ആർക്കും തുടങ്ങാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഞാൻ ഉറപ്പ് കൊടുത്തു, എൻ്റെ കാലാവധിക്കുള്ളിൽ ഞാനത് യാഥാർത്ഥ്യമാക്കും. പിന്നീട് അങ്ങോട്ട് അത് യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു തീവ്ര ശ്രമം തന്നെയാണ് നടത്തിയിരുന്നത്. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. നിലവിലുള്ള കച്ചവടക്കാരെ ഒഴിപ്പിക്കണം,
താമസക്കാരെ ഒഴിപ്പിക്കണം. പിന്നീട് അതിൻ്റെ അക്വസിഷൻ നടക്കേണ്ടതുണ്ട്. അക്വസിഷനിലേക്ക് ചെല്ലുമ്പോൾ പലതരം പ്രശ്നങ്ങളായിരുന്നു. ചില വീട്ടുകാർ അവരുടെ കുടുംബ സ്വത്തായി ഒരാൾ തയ്യാറാകുമ്പോൾ മറ്റേയാൾ തയ്യാറാകില്ല. അവരെ ഒന്നിച്ചിരുത്തണം, സംസാരിക്കണം, അവർക്ക് ആവശ്യമായ ഓഫറുകൾ കൊടുക്കണം, ഗവൺമെൻറ്റുമായി നെഗോഷിയേറ്റ് ചെയ്യണം. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ട് തന്നെയാണ് അത് യാഥാർത്ഥ്യത്തിൽ ഇപ്പോൾ എത്തുന്നത്. കനോലി കനാലിന് കുറുകെ 195 മീറ്റർ നീളത്തിലാണ് പുതിയ പാലത്തെ വലിയ പാലം നിർമ്മിച്ചിരിക്കുന്നത്. മഴക്കാല യാത്രയിൽ ഉൾപ്പെടെ ദുരിതം വിളിച്ചു വരുത്തിയ പഴയ പാലത്തിന്റെ സ്ഥാനത്ത് പുതിയ വലിയ പാലം സാധ്യമാക്കിയത് 16.53 കോടി രൂപ നിർമ്മാണ ചെലവിലാണ്. അതേസമയം സ്ഥലം ഏറ്റെടുപ്പിനായി 60 കോടി രൂപ ചെലവഴിച്ചിരുന്നു. ഏറെ താമസമില്ലാതെ ജനങ്ങൾക്ക് തുറന്നുകൊടുക്കാൻ തയ്യാറായ പദ്ധതി സൗത്ത് മണ്ഡലത്തിലെ ഏറ്റവും പ്രധാന വികസന പ്രവർത്തനങ്ങളിൽ ഒന്നാണ്. 60 കോടി രൂപയാണ് ആ പാലവും അനുബന്ധ റോഡുകളുമായി ബന്ധപ്പെട്ട് മൊത്തം ചെലവ് വന്നിട്ടുണ്ട്. 16.5 കോടി പാലത്തിന് വേണ്ടി മാത്രം ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ പാലം യാഥാർത്ഥ്യമാകുന്നതോടുകൂടെ നമുക്കറിയാം കോഴിക്കോട് പട്ടണത്തിലേക്കുള്ള ഒരു വലിയ എൻട്രൻസ് ആയിട്ട് അത് മാറുക. മലപ്പുറം ഭാഗത്ത് നിന്ന് വരുന്ന നാഷണൽ ഹൈവേയിലൂടെ വരുന്ന വാഹനങ്ങളെ സംബന്ധിച്ചിടത്തോളം മാങ്കാവ് ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നേരെ പോകുന്ന വാഹനങ്ങൾക്ക് ഈ പാലം കണ്ടാൽ ഒരു കൺഫ്യൂഷൻ വരും. ഞങ്ങളൊന്ന് ഇടത്തോട്ടേക്ക് തിരിഞ്ഞാലോ? കാരണം നാഷണൽ ഹൈവേയേക്കാൾ രീതിയിലാണ് പാലവും അനുബന്ധ റോഡുകളും സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ ഒരു വലിയ ഡെവലപ്മെൻറ്റിന് യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിൽ പട്ടണത്തിലെത്താൻ പറ്റുന്ന ഒരു മാർഗമായി പുതിയ പാലം യാഥാർത്ഥ്യമാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ചരക്ക് നീക്ക പൊതുഗതാഗത മാർഗങ്ങളുടെ വികസനത്തിനൊപ്പം മണ്ഡലത്തിലെ പൊതുവിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ വികസന കാഴ്ചപ്പാടുകളോടെ മെച്ചപ്പെടുത്താൻ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചിരുന്നു. ആഴ്ചവട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിട നവീകരണ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 3 കോടി രൂപ, പഴയഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിട നിർമ്മാണ നവീകരണത്തിനായി 3 കോടി രൂപ, ചാലപ്പുറം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ, ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ എന്നിവയുടെ കെട്ടിട നിർമ്മാണ നവീകരണ പ്രവർത്തനങ്ങൾക്കായി 3.90 കോടി രൂപ, മാനാഞ്ചിറ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ വികസനത്തിനായി 3 കോടി രൂപ, ഗവൺമെന്റ് അച്യുതൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിട നിർമ്മാണത്തിനായി 1 കോടി രൂപ, കിണാശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂൾ കെട്ടിടത്തിനായി 1 കോടി രൂപ എന്നിങ്ങനെ മണ്ഡലത്തിലെ പൊതുവിദ്യാഭ്യാസ കേന്ദ്രങ്ങളുടെ ആകെ വികസനങ്ങൾക്കായി 14.90 കോടി രൂപയുടെ കർമ്മ പദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ളത്. പഴയ കാലത്തെ LP സ്കൂളുകൾ നമ്മുടെ ഓർമ്മയിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. ഒരു ചെറിയ ചാറൽ മഴ വന്നാൽ പോലും ചോർന്നൊലിക്കുന്ന മേൽക്കൂരി, കയ്യും കാലും പൊട്ടിയിട്ടുള്ള ബെഞ്ചും ഡെസ്കും ഒക്കെയായിരുന്നു പഴയകാലത്തെ സ്കൂളുകളുടെ അവസ്ഥ. ഇന്ന് പശ്ചാത്തല സൗകര്യത്തിൻ്റെ കാര്യത്തിൽ വലിയ കുതിപ്പാണ് ആ രംഗത്ത് ഉണ്ടായിട്ടുള്ളത് എന്നത് ഒരു വസ്തുതയാണ്. നമ്മുടെ LP സ്കൂളുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ബിൽഡിങ്ങുകളും ക്ലാസ് മുറികളുമായി മാറിക്കഴിഞ്ഞു. അതിനാവശ്യമായ ഫണ്ടുകൾ നൽകുന്നത് ഈ കിഫ്ബിയാണ്. കേരളത്തിലെ ചിരപുരാതനമായ പഴയ പാലങ്ങളും പൊളിച്ച് പുതിയ പാലങ്ങൾ വന്നു. അല്ലാത്തരങ്ങളും പുതിയ പാലങ്ങൾ യാഥാർത്ഥ്യമായി.
അതൊക്കെ കിഫ്ബിയിലൂടെയാണ് യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത് എന്നൊരു വസ്തുതയാണ്. മലബാർ പെരുമയിൽ കോഴിക്കോട് ഉദിച്ചുയർന്നു നിൽക്കുന്നതിനൊപ്പം വികസന മുന്നേറ്റങ്ങളിൽ കുതിക്കാൻ കോഴിക്കോട് സൗത്ത് നിയമസഭാ മണ്ഡലം സജ്ജമാണ്. വരുംകാല യാത്രകളിൽ ഉണർവ് പകരുന്ന പുത്തൻ വികസന മേഖലകളിലേക്ക് വെളിച്ചം വീശുന്നതാണ് നിലവിലെ മണ്ഡല കാഴ്ചകൾ. മലബാർ പെരുമയിൽ കോഴിക്കോട് ഉദിച്ചുയർന്നു നിൽക്കുന്നതിനൊപ്പം വികസന മുന്നേറ്റങ്ങളിൽ കുതിക്കാൻ കോഴിക്കോട് സൗത്ത് നിയമസഭാ മണ്ഡലം സജ്ജമാണ്. വരുംകാല യാത്രകളിൽ ഉണർവ് പകരുന്ന പുത്തൻ വികസന രേഖകളിലേക്ക് വെളിച്ചം വീശുന്നതാണ് നിലവിലെ മണ്ഡല കാഴ്ചകൾ.